University, BA, BCom, BSc English, Reflections on Indian Polity, Secularism and Sustainable Development. ഒരു ഓൾഡ് സിലബസ് പേപ്പറാണ്. മേഴ്സി ചാൻസിലെ വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്രദം. റോബിൻസൺ ജെഫേഴ്സ് എന്ന പ്രകൃതി സ്നേഹിയായ ഒരു കവി, അദ്ദേഹത്തിൻ്റെ ഒരു കവിതയാണ് ദ ലാസ്റ്റ് കൺസർവേറ്റീവ്. ഏറ്റവും ടെക്സ്റ്റ് ബുക്കിലെ അവസാനത്തെ പാഠം എന്ന് പറയാവുന്ന പാഠം. നമുക്ക് റോബിൻസൺ ജെഫേഴ്സിനെ കുറിച്ച് നോക്കാം. അദ്ദേഹം ഒരു പ്രശസ്തനായ അമേരിക്കൻ കവിയായിരുന്നു. റോബിൻസൺ ജെഫേഴ്സ് വാസ് എ renowned American poet of the 1920s and 30s. He was captivated by the wild beauty of nature. പ്രകൃതിയുടെ വന്യമായ സൗന്ദര്യത്താൽ അദ്ദേഹം ആകൃഷ്ടനായി. He revered the vast oceans, towering mountains and resilient rocks. അതായത് വിശാലമായ സമുദ്രം, ഉത്തുംഗമായി ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, പിന്നെ പ്രതിരോധം തീർക്കുന്ന പാറക്കെട്ടുകൾ ഒക്കെ അദ്ദേഹം അതിനെയൊക്കെ ആദരിച്ചു. ബിലീവിംഗ് ദാറ്റ് ഹ്യൂമാനിറ്റീസ് പവേഴ്സ് പെയിൽ ഇൻ കമ്പാരിസൺ ടു നേച്ചേഴ്സ് ഇമ്മൻസ് മൈറ്റ്. പ്രകൃതിയിലെ അത്യധികമായ കരുത്തിന് മുൻപിൽ മനുഷ്യന്റെ കരുത്തൊക്കെ നിസാരം എന്ന് അദ്ദേഹം പറഞ്ഞു. ജെഫേഴ്സസ് മോഡേൺ മാൻസ് എൻസ്ട്രേഞ്ച്മെന്റ് ഫ്രം നേച്ചർ സെറ്റ് ഹിം അപ്പാർട്ട്. ജെഫേഴ്സൺ പറയുന്നു, ആധുനിക മനുഷ്യന്റെ പ്രകൃതിയിൽ നിന്നുള്ള ആ അകന്ന് നിൽക്കൽ, വിട്ടു നിൽക്കൽ അല്ലെങ്കിൽ ഒഴിഞ്ഞു പോക്ക് തീർച്ചയായിട്ടും അവന് പ്രകൃതിയിൽ നിന്ന് അകറ്റി. ആൻഡ് അതുകൊണ്ട് തന്നെ ജെഫേഴ്സൺ വേറിട്ടൊരു ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചു. ആൻഡ് ഹീ ചോസ് ആൻ ഐസൊലേറ്റഡ് ലൈഫ് വിത്ത് ഹിസ് വൈഫ് ഓൺ കാലിഫോർണിയാസ് കോസ്റ്റ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി കാലിഫോർണിയയുടെ തീരത്ത് ഒരു ഏകാന്ത ജീവിതം നയിക്കാൻ തീരുമാനിച്ചു. ഒരു ഒറ്റപ്പെട്ട ജീവിതം. സറൗണ്ടഡ് ബൈ ദ നാച്ചുറൽ എലമെന്റ്സ്. പ്രകൃതി ഘടകങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു മനോഹര തീരത്തിൽ. ഇൻ ഹിസ് ഓട്ടോബയോഗ്രഫിക്കൽ പോയം, അദ്ദേഹത്തിന്റെ ആത്മകഥാംശം നിറഞ്ഞു നിൽക്കുന്ന കവിതയുടെ പേര് ലാസ്റ്റ് കൺസർവേറ്റീവ്, ദ ലാസ്റ്റ് കൺസർവേറ്റീവ്. ജെഫേഴ്സ് റീകൗണ്ട്സ് ബിൽഡിംഗ് എ സ്റ്റോൺ ഹൗസ് ഓൺ എ റോക്കി റേസ്ഡ് ബീച്ച്. ഒരു പാറക്കെട്ട് നിറഞ്ഞ ഉയർത്തി നിർത്തപ്പെട്ട ബീച്ച്, അവിടെ അദ്ദേഹം ഒരു സ്റ്റോൺ ഹൗസ് ഉണ്ടാക്കിയ കാര്യം. വെർ ഹി ലിവ്ഡ് വിത്ത് ഹിസ് വൈഫ്. അവിടെ അദ്ദേഹം തന്റെ ഭാര്യയുമായി ജീവിച്ചു. ദ ലാൻഡ് വാസ് അൺടച്ച്ഡ്. മനുഷ്യസ്പർശമേൽക്കാത്ത ഒരു ഭൂമിയായിരുന്നു അത്. വിത്ത് നോ നെയ്ബറിംഗ് ബിൽഡിങ്സ്. സമീപത്തെങ്ങും കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നില്ല. ആൻഡ് ഹിസ് കമ്പാനിയൻസ് വേർ ദ റോക്സ്. അദ്ദേഹത്തിന്റെ സന്തത സഹചാരികളായി പാറക്കെട്ടുകൾ ഉണ്ടായിരുന്നു. വിൻസ് ആൻഡ് ദ സീ. പിന്നെ കാറ്റും കടലും. ഓൺ മൂൺലിറ്റ് നൈറ്റ്സ്. നിലാവുള്ള രാത്രികളിൽ മൗണ്ടൻ വൂൾസ് വുഡ് അപ്രോച്ച് ദ ലോർ. ഈ മലയോരത്തെ ചെന്നായ്ക്കളെല്ലാം വീട്ടുവാതിൽക്കൽ സമീപത്തെത്തുമായിരുന്നു. ആൻഡ് ഡിയർ വുഡ് ക്യൂരിയസ്ലി ഗെയ്സ് അറ്റ് ദ ലൈറ്റഡ് വിൻഡോസ്. അതുപോലെ തന്നെ മാനുകള് അവരുടെ വീടിന്റെ ജാലകത്തിലൂടെ അരിച്ചിറങ്ങുന്ന വെളിച്ചം നോക്കി കുറെ നേരം നിർനിമേഷമായി നോക്കി നിൽക്കാറുണ്ടായിരുന്നു. ദ പോയറ്റ് ഇമാജിൻഡ് ദ റെഡ് ഫയർ സ്റ്റെയിൻസ്. കവി സങ്കല്പിച്ചു നോക്കി അവിടെ പാറക്കെട്ടിലുണ്ടായിരിക്കുന്ന ചുവന്ന തീപിടുത്തത്തിന്റെ കറകൾ. സ്റ്റെയിൻ എന്ന് പറഞ്ഞ കറയാണ്, STAIN. ഓൺ നിയർ ബൈ റോക്സ്. സമീപത്തുള്ള പാറകളിൽ. ആസ് ഗോസ്റ്റ്. പ്രേതങ്ങളായിട്ട്, ഗോസ്റ്റായിട്ട്. ഓഫ് പ്രിമിറ്റീവ് ഇന്ത്യൻസ് ഗ്യാതറിംഗ് അറൗണ്ട് ദെയർ ഫയേഴ്സ്. പുരാതന കാലത്ത് ജീവിച്ചിരുന്ന അമേരിക്കയിലെ റെഡ് ഇന്ത്യൻ വംശക്കാര് തീ കായാൻ വേണ്ടി ചുറ്റും വട്ടത്തിലിരിക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിന് ആ തീ കത്തി കരിഞ്ഞ പാറക്കെട്ടിലെ പാടുകൾ കാണുമ്പോൾ അദ്ദേഹത്തിന് ഭാവനയിൽ തോന്നുന്നത്. ജെഫേഴ്സ് ആൻഡ് ഹിസ് വൈഫ് റേസ്ഡ് ദെയർ 2 സൺസ് ഇൻ ദിസ് ഐഡിയലിക് സെറ്റിംഗ്. ഈ ആദർശപരമായ മാതൃകാപരമായ പ്രകൃത്യാന്തരീക്ഷത്തിലാണ് ജെഫേഴ്സും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളെ വളർത്തിയെടുത്തത്. സറൗണ്ടഡ് ബൈ അൺപൊല്യൂട്ടഡ് ബ്യൂട്ടി. അതായത് പ്രകൃതിയാൽ മലിനപ്പെടാത്ത സൗന്ദര്യത്താൽ ചുറ്റപ്പെട്ട ഒരിടം. ഹവർ ഓവർ ടൈം. പക്ഷേ കാലം കടന്നുപോയി. ദ വേൾഡ് അറൗണ്ട് ദം ചേഞ്ച്. അവർക്ക് ചുറ്റുമുള്ള ലോകം മാറി. ഹിസ് വൈഫ് പാസ്ഡ് അവേ. ഭാര്യ മരിച്ചു. ആൻഡ് ഹ്യൂമൻ ആക്ടിവിറ്റി പൊല്യൂട്ടഡ് ദ എൻവയോൺമെന്റ്. മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ പരിസ്ഥിതിയെ മലിനപ്പെടുത്തി. ട്രാൻസ്ഫോമിങ് ഇറ്റ് ഇൻടു എ റോട്ടൺ ബേൺഡ് ഈറ്റൺ ആപ്പിൾ. അതിനെ ഒരു കത്തിക്കരിഞ്ഞ അല്ലെങ്കിൽ ഒരു ചീഞ്ഞഴിഞ്ഞ ഒരു പാതി തിന്ന ആപ്പിൾ പോലെ. ദ നാച്ചുറൽ ബ്യൂട്ടി ഗേവ് വേ ടു ഹൗസസ്. പ്രകൃതിയുടെ സ്വാഭാവിക സൗന്ദര്യം ഇന്നില്ല. അത് അവിടെ വഴിമാറി ഇന്ന് പുതിയ വീടുകൾ, സ്ട്രീറ്റ്സ്, തെരുവുകൾ ആൻഡ് കാർസ്, പിന്നെ ചീറിപ്പായുന്ന കാറുകളൊക്കെ ആയി. യെറ്റ് എന്നാലും ദ ഓഷ്യൻ റിമെയിൻഡ് അൺചേഞ്ച്ഡ്. സമുദ്രം മാത്രം മാറ്റമില്ലാതെ അതേപടി നിലകൊണ്ടു. ആൻഡ് ജെഫേഴ്സ് മാനേജ്ഡ് ടു പ്രിസർവ് എ സ്മോൾ ഫോറസ്റ്റ് അറൗണ്ട് ഹിസ് ഹോം. ജെഫേഴ്സ് കഷ്ടിച്ച് തൻ്റെ വീടിന് ചുറ്റും ഒരു ചെറിയ വനം നിലനിർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. വേർ ഹി കുഡ് ഒബ്സർവ് എഗ്രറ്റ്സ് ആൻഡ് ഹെറോൺസ്. അവിടെ
എഗ്രറ്റ് ഇനത്തിൽപ്പെട്ട കൊക്കുകളും ഹെറോൺ ഇനത്തിൽപ്പെട്ട കൊക്കുകളും വന്ന് നിൽക്കുന്നത് അദ്ദേഹത്തിന് നിരീക്ഷിക്കാമായിരുന്നു. ആൻഡ് ലിസൺ ടു ദ ജെന്റിൽ റസ്ലിംഗ് ഓഫ് സ്നേക്സ്, പാമ്പുകളുടെ നേർത്ത സീൽക്കാര ശബ്ദം അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുമായിരുന്നു. ജെഫേഴ്സ് പ്രൊഫൗണ്ട് ലവ് ഫോർ നേച്ചർ, ജെഫേഴ്സിന്റെ പ്രകൃതിയോടുള്ള അഗാധമായ സ്നേഹം, പ്രൊഫൗണ്ട് ലവ് ഇസ് എവിഡന്റ് ഇൻ ഹിസ് വർക്ക്, അദ്ദേഹത്തിന്റെ കൃതികളിൽ തെളിഞ്ഞു നിൽക്കുന്നു. ആൻഡ് ഹി കനോട്ട് ടോളറേറ്റ് ഈവൻ ദ സ്ലൈറ്റസ്റ്റ് വയലേഷൻ അഗേൻസ്റ്റ് ഇറ്റ്, അതിനെതിരെയുള്ള ഒരു നേർത്ത ലംഘനം പോലും അദ്ദേഹത്തിന് സഹിക്കാനാവുകയില്ല. ഹിസ് പോയട്രി റിഫ്ലക്ട്സ് ഹിസ് ഡീപ്പ് കണക്ഷൻ വിത്ത് ദ നാച്ചുറൽ വേൾഡ്, സ്വാഭാവിക പ്രകൃതിയോടുള്ള അദ്ദേഹത്തിന്റെ ആഴമേറിയ ബന്ധം അദ്ദേഹത്തിന്റെ കവിതകൾ വെളിപ്പെടുത്തുന്നു. ആൻഡ് ഹിസ് ലമെന്റേഷൻ ഓഫ് ഹ്യൂമാനിറ്റീസ് ഡിസ്കണക്ഷൻ ഫ്രം ഇറ്റ്, മാനവരാശി അതിൽ നിന്ന് എങ്ങനെയാണ് തെറ്റിപ്പിരിഞ്ഞ് അകന്നുപോയത് എന്ന് ഓർത്ത് അദ്ദേഹം വിലപിക്കുകയും ചെയ്യുന്നുണ്ട്. ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഒന്ന്, വേർ ഡിഡ് ദ പോയറ്റ് ആൻഡ് ഹിസ് വൈഫ് ബിൽഡ് ദെയർ ഹൗസ്, എവിടെയാണ് കവിയും അദ്ദേഹത്തിന്റെ ഭാര്യയും വീട് നിർമ്മിച്ചത്? ദ പോയറ്റ് ആൻഡ് ഹിസ് വൈഫ് ബിൽറ്റ് ദെയർ ഹൗസ്. ഡിഡ് ബിൽഡ് എന്ന ചോദ്യത്തിൽ വരുമ്പോൾ ഉത്തരത്തിൽ ബിൽറ്റ് എന്ന് പാസ്റ്റ് ടെൻസ് ആക്കി എഴുതണം, ഓർക്കുക, BUILT. ഓക്കെ, ദ പോയറ്റ് ആൻഡ് ഹിസ് വൈഫ് ബിൽറ്റ് ദെയർ ഹൗസ് ഓൺ ദ റോക്സ് ഓഫ് എ റേസ്ഡ് ബീച്ച് ഓൺ ദ കാലിഫോർണിയൻ കോസ്റ്റ്. കാലിഫോർണിയൻ കോസ്റ്റിൽ ഉയർത്തി നിർത്തപ്പെട്ട പാറക്കെട്ടിലെ മേളിലാണ് അവർ വീട് നിർമ്മിച്ചത്. അവിടെ ഹി കുഡ് വാച്ച് ദ റോറിംഗ് വേവ്സ്, ചീറിയടുക്കുന്ന തിരമാലകളെ നിരീക്ഷിക്കാമായിരുന്നു അവിടെ നിന്നുകൊണ്ട്. ഹിറ്റിംഗ് ദ ഷോർ എവരിഡേ, എല്ലാ ദിവസവും ആ തിരമാലകൾ വന്ന് തീരത്ത് ആഞ്ഞടിക്കാറുണ്ടായിരുന്നു. വാട്ട് സ്ട്രേഞ്ച് സൈറ്റ് ഡിഡ് ദ പോയറ്റ് യൂഷ്വലി ഹാവ് ഓൺ ദ സൈറ്റ് ഓഫ് ദ ഹൗസ്, വീടിന്റെ കാഴ്ച കാണുമ്പോൾ തന്നെ ഏത് വിചിത്രമായ ദൃശ്യമാണ് കവി പതിവായി കാണാറുണ്ടായിരുന്നത്. ദർ വേർ റെഡ് ഫയർ സ്റ്റെയിൻസ് ഓൺ ദ റോക്സ് നിയർ ദ ഹൗസ്, വീടിനടുത്ത് ഒരു വലിയ പാറക്കെട്ടുണ്ട്. ആ പാറക്കെട്ടില് നല്ല ചുവന്ന നിറത്തിലുള്ള തീപിടുത്തത്തിന്റെ അടയാളങ്ങൾ കാണും. ദർ മെയ്ഡ് ദ പോയറ്റ് മെയ്ഡ് ദ പോയറ്റ്, ഈ അടയാളങ്ങൾ കവിയെ കൊണ്ട് പ്രേരിപ്പിച്ചു. ദേ മെയ്ഡ് ദ പോയറ്റ് ഇമാജിൻ ദ ഗോസ് ഓഫ് ഏൻഷ്യന്റ് പ്രിമിറ്റീവ് ഇന്ത്യൻസ് സിറ്റിംഗ് അറൌണ്ട് ദെയർ ഫയർ, അതായത് പഴയ കാലത്ത് ജീവിച്ചിരുന്ന, അമേരിക്കയിൽ ജീവിച്ചിരുന്ന റെഡ് ഇന്ത്യൻസിന്റെ അവരൊക്കെ കൂട്ടം പ്രേതങ്ങൾ വന്ന് അവിടെ തീ കായാൻ വേണ്ടി കൂട്ടമായി വന്ന് നിൽക്കുന്നത്, തീക്ക് ചുറ്റും നിൽക്കുന്നത് പോലെ ഭാവനയിൽ കാണാനായിട്ട് ഈ പാറക്കെട്ടിന്മേലുള്ള ആ തീപിടുത്തത്തിന്റെ സ്റ്റെയിന് കവിയെ കൊണ്ട് പ്രേരിപ്പിച്ചു എന്ന് പറയാം. മൂന്നാമതൊരു ചോദ്യമുണ്ട്. വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ സെയിങ് ദാറ്റ് ദ പ്ലേസ് വാസ് മെയ്ഡൻ, ആ സ്ഥലം മെയ്ഡൻ ആയിരുന്നു എന്ന് വെച്ചാൽ ഒരു കന്യകാപ്രദേശമായിരുന്നു, ഇതുവരെ ആരും സ്പർശിച്ചിട്ടില്ലാത്ത, കടന്നു ചെന്നിട്ടില്ലാത്ത പ്രദേശമായിരുന്നു റോബിൻസൺ ജെഫേഴ്സ് കടന്നു ചെല്ലുമ്പോൾ. എന്തുകൊണ്ടാണ് കവിതയിൽ അങ്ങനെ പറയാം? ദ പോയറ്റ് വാസ് ദ ഫസ്റ്റ് വൺ ടു ബിൽഡ് ഹിസ് സ്റ്റോൺ ഹൗസ് ദർ, കവിയായിരുന്നു തന്റെ ആദ്യത്തെ കല്ലുകൊണ്ടുള്ള വീട് നിർമ്മിച്ചത് അവിടെ. ദർ വെർ നോ ബിൽഡിങ്സ് ഓർ നെയ്ബേഴ്സ് അറൗണ്ട്, അവിടെ കെട്ടിടങ്ങളോ അയൽക്കാരോ ഉണ്ടായിരുന്നില്ല. ഹി വാസ് സറൗണ്ടഡ് ബൈ ദ എലമെന്റ്സ് ലൈക്ക് സീ, റോക്സ് ആൻഡ് ദ വിൻഡ്, അവിടെ കടല്, പാറ, പിന്നെ കാറ്റ്, ഇത്തരം പ്രകൃതിയുടെ ഘടകങ്ങളാൽ ചുറ്റപ്പെട്ടിരുന്നു കവി. ഹെൻസ് ഹി കോൾസ് ദ പ്ലേസ് മെയ്ഡൻ, അതുകൊണ്ടാണ് ആ സ്ഥലത്തെ ഒരു കന്യകാപ്രദേശം എന്ന് കവി വിളിക്കുക. മറ്റൊരു ചോദ്യമാണ്, വാട്ട് യൂസ്ഡ് ടു ഹാപ്പൻ ഓൺ മൂൺലിറ്റ് നൈറ്റ്സ്, നിലാവുള്ള രാത്രികളിൽ എന്ത് ആണ് പതിവായി സംഭവിക്കാറുണ്ടായിരുന്നത്? യൂസ്ഡ് ടു എന്ന് പറഞ്ഞാൽ സാധാരണയായി പതിവായി എന്നർത്ഥമാണ് യൂസ്ഡ് ടു. വാട്ട് യൂസ്ഡ് ടു ഹാപ്പൻ ഓൺ മൂൺലിറ്റ് നൈറ്റ്സ്? ഓൺ മൂൺലിറ്റ് നൈറ്റ്സ് ദ വൈൽഡ് വൂൾസ് വുഡ് കം ആൻഡ് ഹൗൾ അറ്റ് ഹിസ് ഡോർ, കാട്ടുചെന്നായ്ക്കൾ വന്ന് അദ്ദേഹത്തിന്റെ വീട്ടുവാതിൽക്കൽ വന്ന് ഒരിയിടുമായിരുന്നു. സംടൈംസ് എ മൗണ്ടൻ ഡീർ വിത്ത് ഇറ്റ്സ് ടെയിൽ ലിറ്റിൽ വൺസ് വുഡ് കം, ചിലപ്പോഴൊക്കെ ഒരു മൗണ്ടൻ ഡീർ, ഒരു മാന്, മലയോര മാന്, അതിന്റെ കുഞ്ഞുങ്ങളുമായിട്ട് വരുമായിരുന്നു. വുഡ് കം ആൻഡ് ലുക്ക് ക്യൂരിയസ്ലി അറ്റ് ഹിസ് വിൻഡോ ലൈറ്റഡ് ബൈ ദ ലാം, വിളക്ക് കത്തിച്ച് മുറിയിൽ നിന്നും ജാലകത്തിലൂടെ പുറത്തേക്ക് അരിച്ചിറങ്ങുന്ന വെളിച്ചത്തിലേക്ക് ക്യൂരിയസ് ആയിട്ട് ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന മാനും കുഞ്ഞുങ്ങളും, നിലാവുള്ള രാത്രികൾ, ഇതൊക്കെ കൗതുകകരമായ ആ ദൃശ്യങ്ങളായിരുന്നു എന്ന് കവി ഓർമ്മിക്കുന്നു. അഞ്ചാമത്തെ ചോദ്യമാണ്, ഹൗ ആപ്റ്റ് ഈസ് ദ ഇമേജ് ഓഫ് എ റോട്ടിംഗ് ആപ്പിൾ, ഒരു ചീഞ്ഞഴുകുന്ന ആപ്പിളിന്റെ ഒരു ദൃശ്യം എത്ര ഇണങ്ങുന്നു ഈ മലിനമായ ലോകത്തെ ഉപമിക്കാനായിട്ട്? ദ പോയറ്റ് ഈസ് ആംഗ്രി വിത്ത് ദ സെൽഫിഷ് ഹ്യൂമൻ ബീയിങ്സ് ഹു എക്സ്പ്ലോയിറ്റ് നേച്ചർ ഫോർ ദർ കംഫർട്ട്സ്, തങ്ങളുടെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന സ്വാർത്ഥരായ മനുഷ്യരോട് കവിക്ക് ദേഷ്യമാണ്. നേച്ചർ ഈസ് റോബ്ഡ് ഓഫ് ഇറ്റ്സ് നാച്ചുറൽ എലമെന്റ്സ്, പ്രകൃതി
അതിൻ്റെ സ്വാഭാവികമായ ഘടകങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നു. നേച്ചർ ഈസ് റോബ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, കൊള്ളയടിക്കപ്പെടുക. റോബ്ഡ് ഓഫ് ഇറ്റ്സ് നാച്ചുറൽ എലമെന്റ്സ്, അതിൻ്റെ സ്വാഭാവികമായ ഘടകങ്ങൾ. ആൻഡ് ഹി ആപ്റ്റ്ലി കമ്പയേഴ്സ് ഇറ്റ് ടു എ വേം ഈറ്റൺ ആപ്പിൾ. ഒരു പുഴുതിന്ന ആപ്പിളിനോട് കവി അതിനെ ഉപമിക്കുന്നു. ദ എർത്ത് ഈസ് ദ ആപ്പിൾ, ഭൂമി തന്നെയാണ് ആ ആപ്പിൾ. ഹ്യൂമൻസ് ആർ ദ വേംസ്. ആ ഭൂമി എന്ന ആപ്പിളിനെ തിന്ന് ജീർണിപ്പിക്കുന്ന ആ പുഴുക്കൾ മറ്റാരുമല്ല, മനുഷ്യർ തന്നെയാണ്. നെയിം ദ അനിമൽസ് ഹണ്ടിങ് ദ ഫോറസ്റ്റ് കെപ്റ്റ് ബൈ ദ പോയറ്റ്. കവി വീടിന് ചുറ്റും ഒരു കൊച്ചു വനം ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ നിരന്തരമായുള്ള അനിമൽസ് ഹോണ്ടിങ് ഏതൊക്കെയാണ്, അവിടെയുള്ള മൃഗങ്ങൾ ഏതൊക്കെയാണ്? പോയറ്റ് ഹാസ് കെപ്റ്റ് ഹിസ് സ്റ്റോൺ ഹൗസ് ഐസൊലേറ്റഡ് ഫ്രം അതർ ഹ്യൂമൻസ് ബൈ കീപ്പിംഗ് ആൻ എഡ്ജ് ഓഫ് ദ ഫോറസ്റ്റ് അറൗണ്ട് ഇറ്റ്. വനത്തിൻ്റെ ഒരു അറ്റം അവിടെ നിലനിർത്തി എന്ന് വേണമെങ്കിൽ കവി പറയുന്നു. ഹി ലവ്സ് ടു വാച്ച് ദ ഗ്രേ സ്ക്വിരൽ ആൻഡ് ഹെറൺസ്. അവിടെ ഗ്രേ സ്ക്വിരൽ ഉണ്ട്, ചാരനിറത്തിലെ അണ്ണാനുണ്ട്, പിന്നെ ഹെറോൺ ഉണ്ട്, കൊറ്റിയുണ്ട്, കൊക്കുണ്ട്. ഹി ലൈക്സ് ടു ലിസൺ ടു ദ സോഫ്റ്റ് സ്റ്റെപ്സ് ഓഫ് ദ ക്വയൽ. പിന്നെ കുയിലിൻ്റെ മൃദു സംഗീതത്തിൻ്റെ ചുവട് കേൾക്കാം. ഓൺ ഹിസ് റൂഫ് ടോപ്പ് വിച്ച് സൗണ്ട് ലൈക്ക് ഫോളിങ് റെയിൻ ഡ്രോപ്സ്. മഴത്തുള്ളി വീഴുന്നത് പോലെയാണ് അദ്ദേഹത്തിന് അതൊക്കെ കേൾക്കുമ്പോൾ തോന്നുക. പാരഗ്രാഫ് ആൻസർ ആണ് അടുത്തത്. വൈ ഡസ് ദ പോയറ്റ് ചൂസ് ദ റോക്കി കോസ്റ്റ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ ഹൗസ്? വീടിൻ്റെ നിർമ്മാണത്തിന് എന്തിനാണ് ഈ പാറക്കെട്ടിൻ്റെ മുകളിലുള്ള തീരപ്രദേശം തന്നെ കവി തിരഞ്ഞെടുത്തത്, കാലിഫോർണിയയുടെ തീരത്ത്? ദ പോയറ്റ് വാസ് ഓൾവേസ് ഫാസിനേറ്റഡ് ബൈ വൈൽഡ് നേച്ചർ. വന്യപ്രകൃതിയാൽ കവി ആകൃഷ്ടനായിരുന്നു. ഫാസിനേറ്റഡ് ആയിരുന്നു, ആകൃഷ്ടനായിരുന്നു. ഇറ്റ്സ് റോക്സ്, അതിൻ്റെ പാറകൾ, സീസ്, കടലുകൾ, ആൻഡ് മൗണ്ടൻസ്, പിന്നെ മലകൾ. ഹി ലിവ്ഡ് ഇൻ ഓ ഓഫ് ദ എലമെന്റ്സ്. ഈ ഘടകങ്ങളോടുള്ള ആദരവിലാണ് കവി ജീവിച്ചു പോകുന്നത്. ഹി വാസ് ഓൾസോ സ്ട്രോങ്ലി അഗാൻസ്റ്റ് മാൻസ് റൂഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നേച്ചർ. പ്രകൃതിയെ മനുഷ്യൻ വന്യമായി ചൂഷണം ചെയ്യുന്നത് ശക്തമായി പ്രതികരിച്ച വ്യക്തിയാണ്. വെൻ ഹി മാരീഡ്, അദ്ദേഹം വിവാഹം കഴിച്ചപ്പോൾ, he wanted to have his house to be in a place where he could feel nature and where he get peace and privacy of life. സമാധാനവും ജീവിതത്തിൻ്റെ സ്വകാര്യതയും എല്ലാം അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു സ്ഥലം, അതാണ് അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത്. പീപ്പിൾ ഹാവ് ബിൽറ്റ് സ്ട്രീറ്റ്സ് അറൗണ്ട് വിത്ത് ഹൗസസ്. പക്ഷേ ആളുകൾ അവിടെയൊക്കെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു, വീടിന് ചുറ്റും തെരുവുകൾ ഉണ്ടാക്കിയിരിക്കുന്നു, ഇരുവശത്തുമായിട്ട് വീടുകൾ പണിതിരിക്കുന്നു. ദ സ്ട്രീറ്റ്സ് ആർ നോയ്സി ആൻഡ് ക്രൗഡഡ് വിത്ത് കാർസ്. ആ തെരുവുകളാവട്ടെ ഒച്ചയും ബഹളവും ഉള്ളതാണ്, ശബ്ദായമാനമാണ്, കാറുകളുടെ തിരക്കുമുണ്ട്. ദ പോയറ്റ് ഫീൽസ് ദാറ്റ് ഹ്യൂമൻ എക്സ്പ്ലോയിറ്റേഷൻ ഹാസ് മെയ്ഡ് നേച്ചർ ഡിറ്റീരിയറേറ്റ് ലൈക്ക് എ വേം ഈറ്റൺ ആപ്പിൾ. പ്രകൃതിയുടെ കവിക്ക് തോന്നുകയാണ് മനുഷ്യൻ്റെ ചൂഷണം പ്രകൃതിയെ ഡിറ്റീരിയറേറ്റ് ആക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ അധപതിപ്പിച്ചിരിക്കുന്നു എന്ന് പറയാം. ലൈക്ക് എ വേം ഈറ്റൺ ആപ്പിൾ. ആ പ്രകൃതിക്ക് അപജയം സംഭവിച്ച് അതിന്ന് പുഴു തിന്ന ആപ്പിൾ പോലെ ആയിത്തീർന്നു. ദ ഓൺലി തിങ് ദാറ്റ് റിമെയിൻസ് വിതൗട്ട് ചേഞ്ച് ഈസ് ദ ഓഷ്യൻ. മാറ്റമില്ലാതെ ഇന്നും നിലനിൽക്കുന്ന ഒരേ ഒരു കാര്യം മറ്റൊന്നുമല്ല, സമുദ്രം മാത്രമാണ് എന്ന് കവി പറയുന്നു. അഞ്ചാമത്തെ ചോദ്യമാണ്, വിച്ച് ആർ ദ അനിമൽസ് മെൻഷൻഡ് ഇൻ ദ പോയം? കവിതയിൽ പറയുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണ്? ദ പോയറ്റ് മെൻഷൻസ് ദ വൈൽഡ് വൂൾസ് ഓഫ് ദ മൗണ്ടെയിൻ. മലയിലെ കാട്ടുചെന്നായ്ക്കളെ കുറിച്ച് പരാമർശിക്കുന്നു കവി. ദാറ്റ് യൂസ്ഡ് ടു കം ആൻഡ് ഹൗൾ അറ്റ് ഹിസ് ഡോർ ഓൺ മൂൺലിറ്റ് നൈറ്റ്സ്. നിലാവുള്ള രാത്രികളിലെ വീട്ടുവാതിക്കൽ വന്ന് ഒരിടാറുള്ള ആ കാട്ടുചെന്നായ്ക്കൾ. സംടൈംസ് ദ ഡീർ വിത്ത് ഇറ്റ്സ് ലിറ്റിൽ വൺസ് വുഡ് കം ആൻഡ് ക്യൂരിയസ്ലി സ്റ്റെയർ അറ്റ് ദ വിൻഡോസ് ലൈറ്റഡ് ബൈ ദ ലാംപ്സ്. വിളക്ക് കത്തിക്കുമ്പോൾ വിളക്കിൻ്റെ തിരിനാളത്തിൻ്റെ വെളിച്ചത്തിൽ വന്ന് ക്യൂരിയസ് ആയിട്ട് ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന മാനും മാൻകുഞ്ഞുങ്ങളും. ബട്ട് ദീസ് ഹാവ് ഡിസപ്പിയേർഡ് വിത്ത് ദ ന്യൂ സ്ട്രീറ്റ്സ് ആൻഡ് ഹൗസസ് ആൻഡ് വെഹിക്കിൾസ് ദാറ്റ് ഫിൽ ദ പ്ലേസ് നൗ. ഇന്ന് ഈ ദൃശ്യങ്ങളൊക്കെ അപ്രത്യക്ഷമായി. പുതിയ തെരുവുകൾ, അവയ്ക്കിരുവശവുമായി വീടുകൾ, വെഹിക്കിൾസ്, വാഹനങ്ങൾ, ഇതൊക്കെ ഈ സ്ഥലം നിറയുകയാണ്. ഓൾ ദീസ് തിങ്സ് ഫിൽ ദ പ്ലേസ് നൗ. സ്റ്റിൽ, എന്നാലും ദ പോയറ്റ് ഹാസ് മാനേജ്ഡ് ടു കീപ് ആൻ എഡ്ജ് ഓഫ് ഫോറസ്റ്റ്. ഇന്നും വനത്തിൻ്റെ ഒരു എഡ്ജ്, ഒരു അരിക് തൻ്റെ വീടിന് ചുറ്റും നിലനിർത്തിയിട്ടുണ്ട്. അറൗണ്ട് ഹിസ് ഹൗസ്, തൻ്റെ വീടിന് ചുറ്റും. ദർ ഹി കുഡ് വാച്ച് ഗ്രേ സ്ക്വിറൽസ് ആൻഡ് ഹെറോൺസ്. അവിടെ അദ്ദേഹത്തിന് ചാരനിറത്തിലെ അണ്ണാനുകളെയും ഹെറോണിനെതിർപ്പെട്ട കൊച്ചുകളെയും കാണാം. സംടൈംസ് ഹി കുഡ് ലിസൺ ടു ദ ക്വയൽസ് മേക്കിംഗ് ദ സൗണ്ട് ഓഫ് എ ഫോളിംഗ് റെയിൻ ഡ്രോപ്സ്. കൊച്ചു കുയിലുകളും കുരുവികളും ഒക്കെ അവിടെ മഴത്തുള്ളികൾ ചെന്നിത്തെറിക്കുന്നത് പോലുള്ള ശബ്ദമാണ് ഉണ്ടാക്കുന്നത് കേൾക്കാം. ആസ് ദേ റൺ അലോങ് ഹിസ് ലോ റൂഫ്. താഴ്ത്തിപ്പണിതിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടുമേൽക്കൂരയ്ക്ക് മുകളിലൂടെ അവ പറക്കുമ്പോഴാണ് ഇതൊക്കെ
അദ്ദേഹത്തിന് കേൾക്കാനാവുന്നത്.